അപ്രതീക്ഷിതമായ ജനശ്രദ്ധ നേടിയ മണ്ഡലമാണ് ആലത്തൂർ. ഇത്തവണ ഏറ്റവും അധികം വിവാദങ്ങൾ ഉടലെടുത്തതും ആലത്തൂരാണ്. തുടർച്ചയായി 3ാം തവണ മത്സരിക്കാനിറങ്ങുന്ന സിറ്റിംഗ് MP PK ബിജു ഞങ്ങളുടെ പ്രതിനിധി ടീം ഹാഷിനൊപ്പം ചെയ്തു. അപ്രതീക്ഷിതമായി ലൈംലൈറ്റിലേക്ക് എത്തിയ ഒരു പാർലമെന്റ് മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ PK ബിജു ആണ് ഇവിടുത്തെ സിറ്റിംഗ് MP. അദ്ദേഹമാണ് ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. രമ്യ ഹരിദാസാണ് UDFന്റെ സ്ഥാനാർത്ഥി. TV ബാബു ആണ് NDAയുടെ സ്ഥാനാർത്ഥി. ഇവിടെ ഇപ്പോൾ PK ബിജു ഇവിടെ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പ്രചാരണത്തിനിടയിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇവിടെ വിശ്രമിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ കാണാനാണ് പോകുന്നത്. പ്രധാനമായും ഏറെ വിവാദങ്ങൾ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന മണ്ഡലങ്ങളിലൊന്ന് ഈ ആലത്തൂരായിരുന്നു എന്ന് പറയാം. ചെറിയ ചെറിയ വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായത് എന്നതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. നമുക്കതിന്റെ വസ്തുത എന്താണെന്ന് ശ്രീ PK ബിജുവിനോട് തന്നെ ചോദിച്ചറിയാം. ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു ആണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം. ഡോക്ടർ PK ബിജു, ഈ മണ്ഡലം അപ്രതീക്ഷിതമായാണ് ഈ ലൈംലൈറ്റിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം ആലത്തൂരായിരുന്നു എന്ന് പറയാം. പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെ വരവൊക്കെ വന്ന് അതിന്റെ ഒരു ഗതി മാറിയത്. പക്ഷേ ആലത്തൂർ മണ്ഡലം നന്നായി ചർച്ച ചെയ്യപ്പെട്ടു. അത്രമേൽ ചർച്ച ചെയ്യപ്പെടേണ്ട എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? യഥാർത്ഥത്തിൽ ആ മട്ടിലുള്ള ചർച്ചകൾ ഈ മണ്ഡലത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഞാൻ മത്സരിച്ച മണ്ഡലമാണ്. അന്നൊന്നും ഇത്ര ഒരു മാധ്യമ പ്രചരണം ഈ മണ്ഡലത്തിൽ കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ നല്ല വീറും വാശിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. 2009 ഞാൻ മത്സരിക്കുമ്പോഴും 2014 മത്സരിക്കുമ്പോഴും ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. എന്തായാലും ഈ തവണ കുറെ കൂടി ദേശീയ ശ്രദ്ധ ആകർഷിക്കും അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിച്ച മത്സരമായി മാറിയത്